ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. ആദർശ് നയനയോട് പറയാണ്, അതായത് നീ അതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നല്ല സുന്ദരിയായിരിക്കണം എന്ന്. അപ്പോൾ അവൾ തിരിച്ചു ചോദിക്കുകയാണ്, ആഹാ, അപ്പോൾ ഞാൻ സുന്ദരിയാണെന്ന് സമ്മതിച്ചല്ലേ? പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നിനക്ക് ഭംഗി കൂടിക്കൂടി വരികയാണ്. ഓ, ഞാനിപ്പോൾ ഈ അടുക്കള പണിയൊക്കെ ചെയ്ത് ഒരു കോലം കെട്ട രീതിയിലായില്ലേ? ഏയ്, നീ ഇപ്പോൾ ഇവിടേക്ക് വന്നതിനേക്കാൾ നന്നായിട്ടുണ്ട്. വന്നതിനേക്കാളും ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ. ചിലപ്പോൾ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എനിക്കങ്ങനെ തോന്നിയതാണോ എന്നും അറിയില്ല. എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ ഇപ്പോൾ? ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് നീ അന്ന് ഇവിടെ നിന്ന് പോയപ്പോഴാണ്. അത് സമ്മതിച്ചല്ലോ. എന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുകൊണ്ട് എന്നെ തിരികെ വിളിച്ച് എന്നല്ലേ പറഞ്ഞത്? ആ, അങ്ങനെ പറഞ്ഞെങ്കിലും നീ വെട്ടിയില്ലാത്തത് എനിക്കൊരു ശൂന്യം പോലെ തന്നെയാണ്. നിന്നോടൊന്ന് വഴക്കിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തോ കുറവ് സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുക. അത് ശരി, അപ്പോൾ വഴക്കിടാൻ വേണ്ടി മാത്രമുള്ള ആളാണ് ഞാൻ അല്ലേ? ഇനിയിപ്പോൾ അത് പറഞ്ഞൊരു വഴക്കിടേണ്ട. നമുക്ക് രാത്രി എല്ലാവരും കിടന്നു കഴിഞ്ഞാൽ ഒന്ന് കറങ്ങാൻ പോകാം. ആയിക്കോട്ടെ, പക്ഷേ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തരുത്. അതൊന്നുമില്ല. പിന്നെ അനിയുടെ വീട്ടിലേക്ക് അതായത് നമ്മളെ നന്ദു വരികയാണ്. നന്ദു വന്ന് പുറത്ത് നിൽക്കുമ്പം തന്നെ വന്നിട്ട് അനിയുടെ അമ്മ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ട് പോയാണ്. അതായത് ഇതാരാ വന്നിരിക്കുന്നേ? നമ്മളെ നന്ദു അല്ലേ? വാമോളെ, നീ വരാഞ്ഞിട്ട് എല്ലാവരും ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ പറയാ, നന്ദു ഇപ്പോൾ പഴയതുപോലെ സ്മാർട്ടല്ലാന്നാ ഇവിടെ എല്ലാവരും പറയുന്നത്. എന്ത് പറ്റി മോൾക്ക്? ഏയ്, അങ്ങനെയൊന്നുമില്ല. അപ്പോഴാണ് ഞാനേയും അവിടേക്ക് എത്തിയത്. അപ്പോൾ അനിയുടെ അമ്മ പറയാണ്, ഇതാ പറഞ്ഞ ആളെത്തി. അപ്പോൾ നയന പറയാണ്, ഞങ്ങൾ വിചാരിച്ചു കല്യാണത്തിൻ്റെ തലേ ദിവസമേ നീ വരുള്ളൂ എന്ന് വെച്ചാൽ അവിടെ അച്ഛനൊറ്റക്കല്ലേ ഉള്ളൂ. പിന്നെ അമ്മ അങ്ങോട്ട് പോയപ്പോൾ ഇവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതായിരിക്കും. അപ്പോഴാണ് അനിയുടെ അമ്മ പറയുന്നത്, ഉള്ളത് പറയാലോ, നന്ദു എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. നന്ദുവിനെക്കുറിച്ച് പറയുമ്പോൾ അവന് 100 നാവാ. എന്ന് വെച്ചാൽ അവനെ ഇടയ്ക്കിടയ്ക്ക് കറാട്ടയൊക്കെ പഠിപ്പിച്ചത് നന്ദു അല്ലേ? ആ പഠിത്തമൊക്കെ ഇടയ്ക്ക് വെച്ച് നിന്നു. നയന പറയാം, ഇവളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കാണുന്നത് പോലെ ഒന്നല്ല ആള്. ഒറ്റയ്ക്ക് നിന്ന് 4-5 തടിമാടന്മാരെ അടിച്ച് താഴെയിടും. അപ്പം അനിയുടെ അമ്മ പറയാണ്, പെൺകുട്ടികൾ അതുപോലെ കുറച്ച് അടവുകളൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. എപ്പോഴായാലും അത് ആവശ്യം വരും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. മോള് വാ എന്ന് പറഞ്ഞ് നയന അവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. നയന അവളെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നവ്യ ഉണ്ടായിരുന്നു അവിടെ. നവ്യ കണ്ടപ്പോൾ തന്നെ, ആഹാ, ഇതാരാ നന്ദു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ വിമർശിക്കുന്നത് നീയായിരുന്നു അല്ലേ? എന്നെ ചേച്ചിയെന്ന് വിളിക്കാൻ പോലും നിനക്ക് മടിയായിരുന്നു. അതുപോലെ നീ എന്നെ വെറുത്തതാ. ഇപ്പം നീ ഒന്ന് വിമർശിക്കാൻ കൂടി വിളിക്കുന്നില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയ മോളെ? അപ്പോൾ അവൾ നയനയെ നോക്കുകയാണ്. നയന അപ്പം തന്നെ പറയുകയും ചെയ്തു, ഇവിടെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. അപ്പം തന്നെ നവ്യ പറയാണ്, ഇവളെ ഏതെങ്കിലും പ്രേമത്തിൽപ്പെട്ടോന്നാ എൻ്റെ പേടി. എനിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അത് ഇവക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. എന്നോട് മാത്രം ഒന്നും പറയാത്തത്. എടീ, ഞാനിപ്പോൾ പഴയ നവ്യയല്ല, ഒരുപാട് മാറി. എന്നോട് രഹസ്യം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഞാൻ വിളിച്ചു പോയിക്കൊണ്ട് നടക്കുമൊന്നുമില്ല. എനിക്കൊരു പ്രശ്നവും ചേച്ചി. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? പ്രശ്നമില്ലാന്ന് നീ വെറുതെ പറയാ. നീ ഇപ്പോൾ പഴയ ആൺകുട്ടിയായിട്ടല്ല നടക്കുന്നത്. നിനക്ക് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഞാനാ പറയാണ്, വെറുതെ ഓരോന്ന് കുത്തി ചോദിക്കണ്ട. ഈ പറയുന്ന മാറ്റമൊന്നും അവൾക്കില്ല. ഇത് കുഴപ്പം പിടിച്ച പ്രായമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. അത് ചേച്ചിയുടെ പ്രായത്തിൽ. ചേച്ചിയാ പണക്കാരും പയ്യന്മാരെ കെട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങളൊന്നും അങ്ങനെയല്ല. നയന പറയാം, എൻ്റെ മോളെ, നമ്മൾ കൂടപ്പിറപ്പുകൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ അത് പരസ്പരം തിരിച്ചറിയാൻ പറ്റും. അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. ഇവളുടെ മനസ്സിനെ ആരോ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. നവ്യ പറയാം, അതാരാണെന്ന് പറഞ്ഞ മോളെ. ഇനിയിപ്പോൾ നിൻ്റെ കാര്യം നോക്കാൻ ഒരുപാട് പേരുണ്ട്. എൻ്റെ ഭർത്താവ് ഒരു വേസ്റ്റാണെങ്കിലും ആദർശേട്ടനോട് കാര്യം പറഞ്ഞാലുണ്ടല്ലോ, ആദർശേട്ടൻ കൂടെ നിൽക്കും. അപ്പം നന്ദു പറയാണ്, അല്ലേ ചേച്ചി, അപ്പോൾ എന്തെങ്കിലും കാര്യം വേണ്ടേ? നയനെ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇപ്പോഴത്തെ ഈ സ്വഭാവം കൊണ്ടാണ് എല്ലാവരും നിന്നെ സംശയിക്കുന്നത്. അതുകൊണ്ട് നീ പഴയതുപോലെ സ്മാർട്ടാവണം. അപ്പം നിന്നെ ആരും ഇങ്ങനെ ചോദ്യം ചെയ്യില്ല. എന്തായാലും നീ വന്നതല്ലേ, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നത്. ഇന്നത്തെ ദിവസം നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം, നീ വാ എന്ന് പറയണം നവ്യ. ഞാനൊന്നിനുമില്ല, കല്യാണം വരെ ഇവിടെ നിൽക്കണം, കല്യാണത്തിന് പങ്കെടുക്കണം, എന്നിട്ട് പോകണം. കണ്ടോ, ഇവിടെ മുമ്പ് ഇങ്ങനെയായിരുന്നോ?
എല്ലായിടത്തും കയറി അലമ്പുണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ സംസാരം പോലും ഇല്ല. അപ്പോൾ നന്ദു പറയാണ്, എന്നും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ചേച്ചി, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അവൾ അതും പറഞ്ഞ് നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ നവ്യ പോയിട്ട് നയനയോട് ചോദിക്കുകയാണ്, എടി അവൾക്ക് എന്താ പറ്റിയത്? ഇവിടെ എന്താ എല്ലാവരും ആരും ഒന്നും പറയാത്തത്? എൻ്റെ അടുത്ത് മാത്രം എന്തിനാ എല്ലാം മറച്ചു വെക്കുന്നേ? അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. ഏതായാലും ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് അവളുടെ മനസ്സിലുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതുവരെ നമ്മൾ അവളെ ശല്യം ചെയ്യേണ്ട. അനി പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൾ വല്ലാതെ വിഷമിച്ചു. എന്നിട്ട് മുറിയിലേക്ക് വരികയാണ്. അനി കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ, അതായത് അനിയുടെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു. അമ്മ പറയാണ്, അനി എന്താ അമ്മേ, നിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ആരാ അമ്മേ? നന്ദു. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ നിരാശയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. അവൻ ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കല്യാണം ഉറപ്പിച്ചിട്ടും നിൻ്റെ മുഖത്തൊരു തെളിച്ചയില്ലല്ലോ. ഞാൻ കരുതി നന്ദു നേരത്തെ വരില്ലാന്ന്. അവളുടെ 2 ചേച്ചിമാരെയും ഇങ്ങോട്ടല്ലേ അയച്ചത്. പിന്നെ അവൾ വരാതിരിക്കാൻ എന്താ? സത്യം പറഞ്ഞാൽ അവളുടെ അച്ഛനും വരേണ്ടതാ. അതല്ലേ നാട്ടു നടപ്പ്. എന്തായാലും നന്ദു വന്നല്ലോ, ഇനിയിപ്പോൾ എനിക്ക് മിണ്ടാനും പറയാനും ഒരാളായി. അപ്പോൾ അവൻ്റെ അമ്മ ചിരിക്കുക. ആ കൊച്ചിനിപ്പോൾ പഴയതുപോലെ സ്മാർട്ട്നെസ്സൊന്നും ഇല്ലെന്നാ ഞാനാ പറഞ്ഞത്. ഇനി അതിൻ്റെ മനസ്സിലും ആരെങ്കിലും കയറി കൂടിയോന്നറിയില്ല. അപ്പോൾ അനി പെട്ടെന്ന് പറയാണ്, ഏയ് നന്ദു അങ്ങനൊരു ടൈപ്പൊന്നുമല്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടെന്നാ അവളുടെ ചേച്ചിമാർ പറയുന്നത്. പിന്നെ പഴയൊരു ഉന്മേഷം അവളുടെ മുഖത്തും ഇല്ല, അതെനിക്കും തോന്നി. ഇനിയിപ്പോൾ രണ്ടാളും 2 പേരുടെ വിഷമങ്ങളും ഷെയർ ചെയ്യും. എന്നിട്ട് 2 പേരും സ്മാർട്ടാവാൻ നോക്ക്. ശരി അമ്മേ. നന്ദു മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അനി വന്നിട്ട് വിളിക്കുകയാണ്, നന്ദു എന്താ അനി? എന്താന്നോ, നീ ഇവിടെ വന്നെന്നറിഞ്ഞിട്ട് വന്നതാ. നീ ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നല്ലോ. മാനേജി നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അല്ല, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ നീ വരത്തില്ലേ? എൻ്റെ കല്യാണത്തിന് നീ 3-4 ദിവസം മുമ്പേ വന്നില്ലെങ്കിൽ പിന്നെ ആരുടെ കല്യാണത്തിനാണ് നീ വരുന്നത്? അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ അനി പറയാണ്, നിനക്ക് മൊത്തത്തിൽ ഒരു പതർച്ചയുണ്ടല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ അനി എന്നെ മറ്റൊരു അർത്ഥത്തിൽ കണ്ടതിൽ എനിക്ക് വിഷമമുണ്ട്. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? അനി ചോദിക്കാന്നിട്ട്. ഈ ലോകത്ത് അങ്ങനെ എത്ര പേര് പരസ്പരം സ്നേഹിക്കുന്നുണ്ട്? എല്ലാവരും ഒന്നിക്കണമെന്നുണ്ടോ? അതൊക്കെ സാധാരണ എല്ലാ മനുഷ്യന്മാർക്കും ഇടയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അനി ഓക്കെ ആണല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വ്യക്തമായ ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. പിന്നെ അനാമിക ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് വരേണ്ട ഒരാളല്ല. കാരണം അവളെ ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടില്ല. നന്ദുവിനെ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ ഒരു ചെറിയ ചലനം ഉണ്ടായത്. അതിനു മുമ്പ് വരെ കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ അനി. ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കണ്ട, പ്രത്യേകിച്ച് ഇവിടെ വെച്ച്. ഏതായാലും നന്ദു നേരത്തെ വന്നല്ലോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നന്ദുവിനോട് സംസാരിക്കാനുണ്ട്. അതൊന്നും വേണ്ട. കല്യാണമായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് എല്ലാവരെയും സഹായിക്കാനായിട്ടാണ് ഞാൻ വന്നത്. വീണ്ടും അനി ചോദിക്കുകയാണ്, ഞാൻ നന്ദുവിനെ സ്നേഹിച്ചത് അത്ര വലിയ തെറ്റാണോ? ഞാനെന്തോ മഹാപാപം ചെയ്തതുപോലെയാണല്ലോ നന്ദു ഇപ്പോഴും സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നെങ്കിൽ അതിന് നന്ദുവും കാരണക്കാരിയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമുക്കൊപ്പം ഏതു നേരവും കറങ്ങി നടക്കുന്ന കൂട്ടുകാരാ രാകേഷും വിഘ്നേഷും ഒക്കെ. അവർ പോലും നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് കരുതിയിരുന്നത്. അവന്മാർ എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് നന്ദുവിൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് കരുതിപ്പോയത്. എൻ്റെ മനസ്സിൽ അനിയില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അനി ചിന്തിക്കുന്ന രീതിയിലല്ല ഞാൻ അനിയെ കണ്ടത്. അതെനിക്ക് മനസ്സിലായി. എന്ന് വെച്ച് അങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയതിൻ്റെ പേരിൽ നല്ല സുഹൃത്തുക്കൾ അകലേണ്ട കാര്യമുണ്ടോ? എനിക്കൊരു അകൽച്ചയില്ല. അനി ഇപ്പോഴും അനാമികയോട് താല്പര്യം കാട്ടുന്നില്ല എന്നാ നയനേച്ചിയൊക്കെ പറഞ്ഞത്. അത് ഞാൻ കാരണമാണെന്ന് ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഞാനിവിടെ നിരപരാധിയാണ്. ശരി, എന്നാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അവൻ വീണ്ടും തിരിഞ്ഞു വന്നിട്ട് പറയാണ്, അതേ, കല്യാണത്തിന് എന്നെ ഒരുക്കാൻ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. രാകേഷും വിഘ്നേഷും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ താനും വേണം. അതെങ്കിലും ചെയ്തു തരുമല്ലോ. അതും പറഞ്ഞ് അനി പിന്നെ അവിടെ നിന്നില്ല. പിന്നെ കാണിക്കുന്നത് ആദർശും നയനയും 2 പേരും രാത്രിയായപ്പോൾ എവിടേക്കോ പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ വണ്ടിയിൽ കയറുന്നതിൻ്റെ ഇടയിൽ ആദർശ് നയനയോട് പറയാണ്, ഏതായാലും നീ നേരത്തെ ഇട്ട ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അത് നേരത്തെ പറഞ്ഞതല്ലേ. പിന്നെ ആദർശേട്ടൻ്റെ ഡ്രസ്സും അത്ര മോശമൊന്നുമല്ല. കയറ്, പോവാം. നീ എൻ്റെ തോളിൽ പിടിച്ചോ. അപ്പം നയന പറയാണ്,
അത് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് അവൻ പറയാണ്, അതെ ഒന്ന് ഇറങ്ങിക്കേ. എന്താ? അതെ, ഗേറ്റിൻ്റെ പുറത്ത് പോയിട്ട് സ്റ്റാർട്ടാക്കാം. ശബ്ദം കേട്ടിട്ട് ചിലപ്പോൾ അമ്മ ഉണർന്നാലോ. ഷോ, അമ്മയെ പഠിച്ചാൽ രാത്രിയിലും പോകുന്നത്. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നേ? നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ദേ ഇത് പിടിക്കുക എന്ന് പറഞ്ഞ് ഹെൽമെറ്റ് അവളുടെ കൈ കൊടുക്കുകയാണ്. അവൾ ചോദിക്കുകയാണ്, തള്ളിത്തരണോ? ഒരു ഹെൽപ്പ് വേണോ എന്ന്. തൽക്കാലം വേണ്ട, ഇത് തള്ളാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. മുമ്പ് ഒരു ദിവസം ശ്വാസം മുട്ടൽ വന്നപ്പോൾ സ്കൂട്ടറിൽ കെട്ടിവെച്ചുകൊണ്ടല്ലേ ഞാൻ പോയത്. കെട്ടിയോനെ കെട്ടിയവൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്ന് കെട്ടിക്കൊണ്ട് പോയെന്നതിൽ ഒരു കുഴപ്പമൊന്നുമില്ല. എന്നിട്ടും അതിൻ്റെ ഒരു സ്നേഹമോ നന്ദിയോ ഒന്നും പിന്നെ കണ്ടില്ല. അതിൻ്റെ കടം വീട്ടിക്കൊണ്ടിരിക്കുക ഞാൻ. നീ പോയി ഗേറ്റ് തുറന്നേ. ഓക്കെ അല്ലേ? കയറിക്കോ, വാ പോവാം. പിന്നെ നന്ദു ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, അനിയുടെ സംശയം മാറ്റാൻ ഞാൻ പല നാടകങ്ങളും അവൻ്റെ മുമ്പിൽ കളിച്ചു. എന്നാൽ ഇപ്പം എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ. ഞാനെന്തിനാണ് അനിയെ കാണുമ്പോൾ ഇങ്ങനെ ചൂളുന്നത് അവൻ്റെ മുമ്പിൽ? അവൻ്റെ മുമ്പിൽ ചിരിച്ച മുഖവുമായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? 3-4 ദിവസം കഴിഞ്ഞാൽ അനിയുടെ കല്യാണമാണ്. അതറിയാമായിരുന്നിട്ടും എൻ്റെ മനസ്സിൽ ഒരു നീറ്റലായിട്ട് അവൻ നിൽക്കുക. നിൻ്റെ മനസ്സ് ശരിയല്ല നന്ദു. നിന്നോട് നാനേച്ചി പറഞ്ഞത് നിൻ്റെ തലയിൽ കയറിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ പൂർണ്ണമായൊരു ദാമ്പത്യം നയിച്ചിട്ടില്ല നിൻ്റെ ചേച്ചി. നിൻ്റെ നവ്യേച്ചിയുടെ കാര്യവും വലിയ പരിഗണനയില്ല. നീ അവർക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന, നിൻ്റെ അച്ഛനെയും അമ്മയും പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ, ഈ ബന്ധം നിനക്ക് ചേർന്ന ബന്ധമല്ല. അങ്ങനെ നിൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ അനി ചിന്തിക്കുകയാണ്, നന്ദു എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അനാമികയെ സ്നേഹിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ ആവുന്നില്ല. അവളെ വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് അവളെൻ്റെ മനസ്സിലേക്ക് കയറാത്തത്? എന്തുകൊണ്ടാണ് അവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയാത്തത്? പിന്നെ ഇത് ആദർശം നയനയും ഒരു തട്ടുകടയിലെത്തിയിരിക്കുകയാണ്. എന്നിട്ട് നയനയോട് പറയാണ്, ഇറങ്ങ്. എന്നിട്ട് നയനയോട് പറയാണ്, ഈ ചേച്ചി വളരെ വൈകിട്ടേ വീട്ടിലേക്ക് പോകാറുള്ളൂ. ചേച്ചി ഓണം വരുന്നതുകൊണ്ട് പൂവിനൊക്കെ നല്ല ഡിമാൻഡാണല്ലോ. ചേച്ചി ഒരു 2 മുഴം മുല്ലപ്പൂ വേണം. അപ്പോഴാണ് കുറച്ച് അകലെയായിട്ട്, അതായത് ദേവയാനിയും അവരുടെ ഹസ്ബൻഡ്, അതായത് ആദർശിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് നിൽക്കുന്നത്. എന്നിട്ട് അച്ഛൻ പറയാണ്, അത് നോക്കി അതാരാന്ന്. അപ്പോൾ അവർ ഇടയിൽ വന്നിട്ട് പറയാണ്, ഒരു 5 മുഴം മുല്ലപ്പൂ. അമ്മയെ കണ്ടപ്പോൾ ആദർശ നല്ല സന്തോഷത്തോടെ നോക്കിയിട്ടൊന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലോ നല്ല ദേഷ്യത്തോടെയാണുള്ളത്. അവർ കടിച്ചു കീറാനുള്ള ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ആ ദേഷ്യം കണ്ട് നയനയും ഒന്ന് ഞെട്ടുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.